ഹായ് ഫ്രണ്ട്സ്, അഡീനിയ ഹബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് പുതിയ അഡീനിയം സുന്ദരികളെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ ഇത് കുറച്ച് 2-3 മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഓൺലൈനിൽ നിന്ന് കൽക്കട്ടയിൽ നിന്ന് വാങ്ങിയതാണ്. ഓൺലൈനായിട്ട് മേടിച്ചതാണ്. 10-30 ചെടികൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടിയപ്പോൾ എനിക്ക് ഇലകളോ പൂക്കളോ ഒന്നുമില്ലാതെ ഉണക്കി അയച്ചതായിരുന്നു. കുറേയൊക്കെ മൂടെല്ലാം കേട് വന്നതും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ നട്ട് നല്ല രീതിയിൽ പരിപാലിച്ച് ഇപ്പോൾ 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൽ കുറേയെല്ലാം പൂക്കൾ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ പൂക്കൾ. വന്നതെല്ലാം കുറേയൊക്കെ നല്ല പൂക്കളാണ്. ഇനി പൂക്കാനും കുറച്ചൊക്കെ ഉണ്ട്. ഇത് എൻ്റെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഡബിൾ പെറ്റൽ അഡീനിയമാണ്. അത് നല്ല ഭംഗിയാണ്. ഇതിൽ നല്ല നിറച്ച് പൂക്കളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കുറച്ച് തൈകൾ ഞാൻ സെയിലിനായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുന്ദരിയാണ്. ഇത് നല്ല ഭംഗിയാണ്. ഒരു മെറൂൺ കളർ ഷെയ്ഡൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ സെയിൽ ഞാൻ കഴിഞ്ഞതിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പല സമയങ്ങളിലും പല കളറിലാണ് ഇത് പൂക്കുന്നത്. ഇത് നല്ല ഭംഗി, എല്ലാ കളറും എല്ലാ പൂക്കൾക്കും നല്ല ഭംഗിയുണ്ട്. ഇത് ഞാൻ ഒരു കമ്പ് നട്ട് അതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഈ ചെടി ഞാൻ 3 കളറാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ഒന്ന് വയലറ്റാണ്, ആ മൊട്ട് വന്നിരിക്കുന്നത് വയലറ്റാണ്. അത് ഒരു കമ്പിൽ വയലറ്റ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നിൽ മഞ്ഞയിൽ പിങ്ക് ഡിസൈനുള്ളതാണ്. ഇത് വെറും പിങ്കാണ്. അങ്ങനെ 3 കളറാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ ഒരു മദർ പ്ലാന്റാണ്. ഒരു വയലറ്റ് റെഡും കൂടെ കലർന്ന ഒരു ചെടിയാണ്. നല്ല ഭംഗിയാണ് ഇതെല്ലാം കാണാൻ. നല്ല പൂക്കളാണ്. ഇതും നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സുന്ദരി തന്നെയാണ്. ഇതിനകത്ത് ഞാൻ 2-3 കളർ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ നാടൻ ഒരു അഡീനിയായിരുന്നു. അതിൽ 2 ശിഖരത്തിൽ ഞാൻ വയലറ്റാണ് ഗ്രാഫ്റ്റ് ചെയ്തത്. ആ 2 ഗ്രാഫ്റ്റ് ചെയ്ത വയലറ്റുകളും പൂത്ത്. ഇത് പല ചെടികൾ ഒരു ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം ഒരു വളർച്ചയായിരിക്കില്ല. ചിലത് നല്ല വളർച്ചയുള്ളതായിരിക്കും, ചിലത് വളർച്ച കുറഞ്ഞ തണ്ടുകളായിരിക്കും. ഈ വയലറ്റും പിങ്കും നല്ല വളർച്ചയുള്ളതാണ്. ഈ ചെടിയിൽ ഞാൻ 3-4 കളറ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഒരു മഞ്ഞയിൽ ഡിസൈനുള്ളത്, ഒരു വയലറ്റ്, ഒരു മെറൂൺ കളറ്, ഒരു പിങ്ക്, അങ്ങനെ 3-4 കളറ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം പല സമയത്താണ് പൂക്കൾ വരുന്നത്. ഇപ്പം മഞ്ഞയിൽ ഡിസൈനുള്ള പൂക്കളുണ്ട്, ഒരു മെറൂൺ കളറിൽ മുട്ടുമുണ്ട്. ബാക്കി ഒന്നും ഇപ്പോൾ പൂക്കളൊന്നുമില്ല. ഇതും നല്ല വലിയ ഒരു അഡീനിയമാണ്. 6-7 വർഷം പ്രായമുള്ള നല്ല കോഡക്സൊക്കെ ഉള്ള ഒരു അഡീനിയമാണ്. നല്ല ഭംഗിയുള്ള കോഡക്സാണ്. ഇതെല്ലാം എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ചെടികളാണ്. ഇത് ഞാനൊരു കമ്പ് നട്ട് പൊടിപ്പിച്ചിട്ട് അതിനകത്ത് 2 ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്പ് തന്നെ 2 വർഷം ഒന്നും ആയിട്ടില്ല ഇത് നട്ടിട്ട് തന്നെ. ഇതിനകത്ത് ഞാൻ ഒരു കമ്പിൽ വയലറ്റ് ഗ്രാഫ്റ്റ് ചെയ്ത് അത് നിറച്ച് പൂക്കളുണ്ട്. ഒരു തണ്ടിൽ ഞാൻ വെള്ളയാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് വളർച്ച കുറവാണ്, മൊട്ട് ചെറുതായിട്ടുണ്ട്. ഇത് അതിൻ്റെ കോഡക്സിൽ നിന്ന് പൊടിച്ച് വരുന്ന ഒരു നോർമൽ വെറൈറ്റിയാണ്. അത് ഞാൻ നിലനിർത്തിയിരിക്കുകയാണ്. 3 കളറ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് കമ്പ് നട്ടിട്ട് നല്ല കോഡക്സൊക്കെ വരുന്നുണ്ട്, കുറച്ച് കോഡക്സൊക്കെ ആയിട്ടുണ്ട്. ഇത് ഞാൻ 3 മാസം മുമ്പ് വാങ്ങിച്ച അഡീനിയമാണ്. നല്ല ഒരു നല്ല വൈറ്റിൽ ഒരു നല്ല പിങ്ക് റെഡാണ്, പിങ്കല്ല റെഡ് കളറ് ഡിസൈനുള്ളതാണ്. നല്ല രസമുള്ള പൂക്കളാണ്. ഇതൊരു റെഡാണ്. റെഡിൽ ചെറിയ ഒരു വെള്ളയുടെ വൈറ്റിൻ്റെ ഡിസൈനുണ്ട്. പക്ഷേ എന്നാലും നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നിറച്ച് പൂക്കളുണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ പൊഴിഞ്ഞു പോയി. 4-5 പൂക്കൾ ഒരേ സമയത്തുണ്ടായിരുന്നു, എല്ലാം പൊഴിഞ്ഞു പോയി. അതും ഞാനിപ്പോൾ പുതിയ ഇതിലുള്ള ഇത് 4 പെറ്റലുള്ളതാണ്. 4 പെറ്റലുള്ള ചെടിയാണ്. പക്ഷേ ചെറിയ പൂക്കളാണെങ്കിലും
നല്ല സ്റ്റാറിൻ്റെ മോഡലിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. അതും വൈറ്റിൽ പിങ്ക് ഡിസൈനുള്ളതാണ്. നല്ല അതുപോലത്തെ 2 തൈ എനിക്ക് ഒരെണ്ണമാണ് ഞാൻ കൊടുത്തിട്ടുള്ളതെങ്കിലും 2 എണ്ണം ഒരുപോലത്തത് കിട്ടി എനിക്ക്. ഇതും നല്ല ഒരു റെഡിനകത്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡുള്ളതാണ്. അത് കുറച്ച് പൂക്കുമ്പോഴത്തേക്കും റെഡിൽ ബ്ലാക്ക് ഷെയ്ഡ് വരുമെങ്കിലും കുറച്ച് കഴിയുമ്പം അത് റെഡായിട്ട് മാറും. നല്ല ഭംഗിയുള്ള പൂക്കളാണിത്. ഇതെല്ലാം ഇതിൻ്റെ കൂടെ വാങ്ങിച്ച കുറച്ച് തൈകളാണ്. ഇതൊക്കെ കുറച്ചെണ്ണത്തിൽ മൊട്ടുകളും ഒക്കെ ഉണ്ട്, പൂക്കളൊന്നും വന്നിട്ടില്ല. കുറച്ച് എല്ലാത്തിലും മിക്കതിലും മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം കുറച്ച് മഴ കൂടുതലായതുകൊണ്ട് വന്ന മൊട്ടുകൾ കുറേയൊക്കെ പോയി, ഇല്ലാതായിപ്പോയി. മഴയും വെയിലും എല്ലാം കൂടെ ആയപ്പം അടീനിയത്തിന് അത് ശരിയാവാതെ വന്നു. ഇതൊരു റെഡ് കളറാണെന്ന് തോന്നുന്നു. മൊട്ടാണ്, വിരിഞ്ഞിട്ടില്ല. വിരിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഞാൻ 3 മാസം മുമ്പ് വാങ്ങിച്ച അതിലുള്ള അടീനിയത്തിൻ്റെ കളക്ഷനാണ്. ഇതിൽ എല്ലാത്തിലും മൊട്ടുകളുണ്ട്. എൻ്റെ എല്ലാം ഇലയുടെ മണ്ട ഭാഗത്ത് പഴുക്കുന്നില്ല, മഴ ഒരുപാടുള്ളത് കൊണ്ടായിരിക്കും. ഇത് എൻ്റെ ഒരു സിംഗിൾ പെറ്റലാണ്. ഞാൻ ഇപ്പോൾ വാങ്ങിച്ചതിലുള്ളത് തന്നെയാണ്. ഒരു വിത്ത് വന്നിട്ടുണ്ട്, നല്ല നീളമുള്ള വിത്തുകളാണ്. ഇതിനി പാവി പൊടിപ്പിക്കുമ്പോൾ അറിയാം ഇത് സിംഗിൾ പെറ്റലാണോ ഡബിൾ പെറ്റലാണോ കിട്ടുന്നതെന്ന്. ഡബിൾ പെറ്റലാണ് ഇത്, ഡബിൾ പെറ്റൽ തൈയാണ്. നല്ല ഒരു വെള്ളയിൽ ഒരു പിങ്ക് ഡിസൈനുള്ളത് തന്നെയാണ്. പാവി പൊടിപ്പിച്ചിട്ട് ഞാൻ പറയാം എങ്ങനെയാണെന്ന്. ഇതെല്ലാം എൻ്റെ വയലറ്റാണ്. ഞാൻ ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ വെച്ചേക്കുന്ന തൈകളാണ്. ഇത് എൻ്റെ കയ്യിലുള്ള ഒരു ചെടിയാണ്. അതായത് ഞാനൊരു കമ്പ് നട്ട് അതിനകത്ത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ്, നാടൻ കമ്പ് മുറിച്ചിട്ട്. ഇത് വെള്ള അടീനിയം ഇവിടെ ഉണ്ടായിരുന്നത് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ തൈകൾ സെയിലിനായിട്ടുണ്ട്. ഞാൻ അടുത്ത് ഉടനെ തന്നെ ഒരു വീഡിയോ ഇടുന്നതാണ്. ഇത് മഞ്ഞയിൽ ഡിസൈനുള്ള നല്ല ഒരു മഞ്ഞയിൽ പിങ്ക് ഡിസൈനുള്ള നല്ല ഒരു വെറൈറ്റിയാണ്. കൊലകളായിട്ട് പൂക്കുന്നതാണ്. ഇതും ഒരു മെറൂൺ കളറും മഞ്ഞയും എല്ലാം കൂടെ ഉള്ള നല്ല പൂക്കളാണ്. ഇതൊക്കെയാണ് എൻ്റെ അടീനിയം കളക്ഷനിലുള്ള പൂക്കൾ. ഇനി കുറച്ച് അടീനിയങ്ങൾ ഉണ്ട്, കുറേ ചെറിയ തൈകളും എല്ലാം ഇപ്പോൾ ഉണ്ടാകുന്നതും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതാണ്. അടുത്തത് ഒരു സെയിൽ വീഡിയോ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബായ്.